Hello children, in the previous session we saw comparison of fractions. കഴിഞ്ഞ ദിവസം fractionsന്റെ comparison ആണ് നോക്കിയത്. When we compare fractions, either the fractions are equal, one fraction is bigger than the other, or one fraction is smaller than the other. ഇതാണ് comparisons വരുന്നത് അല്ലേ? ഒന്നുകിൽ അത് ഈക്വൽ ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ വേറെ ഫ്രാക്ഷനേക്കാളും ബിഗർ ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ വേറെ ഫ്രാക്ഷനേക്കാളും സ്മോളർ ആയിരിക്കും. Yesterday we did the comparison of fraction using pictures. അപ്പോൾ പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് കമ്പാരിസൺ ആണ് കഴിഞ്ഞ ദിവസം കണ്ടത്. Towards the end we also saw fraction comparisons without pictures. Pictures ഇല്ലാണ്ട് കമ്പാരിസൺ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. So to compare two fractions we need like fractions. രണ്ട് ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ഫ്രാക്ഷൻസ് ആയിരിക്കണം. ലൈക്ക് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഫ്രാക്ഷൻസ് വിത്ത് സെയിം ഡിനോമിനേറ്റേഴ്സിനെയാണ് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഫ്രാക്ഷൻസ് വിത്ത് സെയിം ഡിനോമിനേറ്റേഴ്സ് ആർ കോൾഡ് ലൈക്ക് ഫ്രാക്ഷൻസ്. സോ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റേഴ്സ് ഒരു ഫ്രാക്ഷൻ വേറെ ഫ്രാക്ഷന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ equivalent fraction find ചെയ്തിട്ട് we can make them like fraction. For example, നമുക്ക് 1/3 ഉം 4/6 ഉം compare ചെയ്യണം. Compare 1/3 and 4/6. Denominators are 3 and 6. For different denominators ആണ്. That is, they are unlike fractions. Compare ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? They should be like fractions. But is there any method or is there some means by which we can make them like fraction? ഇതിനെ എന്തെങ്കിലും ചെയ്തിട്ട് like fraction ആക്കാൻ പറ്റുമോ എന്ന് നോക്കുക. We know 6 is a multiple of 3. അല്ലേ? 3 into 2 ചെയ്താൽ നമുക്ക് 6 കിട്ടും. The other day we learned about equivalent fractions. If we multiply the numerator and the denominator by the same value, the fraction that we get is an equivalent fraction. Equivalent fraction എന്ന് പറഞ്ഞാൽ fractions with same value, or else നമ്മൾ equivalent fraction find ചെയ്താൽ അതിന്റെ വാല്യൂന് ചേഞ്ച് വരണില്ല. So 1/3 എന്ന ഫ്രാക്ഷനെ ഡിനോമിനേറ്റർ 6 ആയിട്ടുള്ള ഫ്രാക്ഷൻ ആയിട്ട് ചേഞ്ച് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? 3 into 2 is 6. So multiply the numerator also by 2. 1 into 2, 2. You get 2/6. 1/3 and 2/6 are equivalent fractions. So idum now we can compare because they are like fractions. Please be careful with the terms. I am using different terms. Equivalent fraction എന്നൊരു ടേം യൂസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഫ്രാക്ഷൻ എന്ന ടേം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. അതായത് രണ്ട് ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ബി ലൈക്ക് ഫ്രാക്ഷൻസ്. അപ്പോൾ ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻസ് വിത്ത് സെയിം ഡിനോമിനേറ്ററിനെയാണ് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ വെൻ യു ലുക്ക് അറ്റ് ദീസ് ഫ്രാക്ഷൻസ്, ഇതിന്റെ ഡിനോമിനേറ്റർ 3 ആണ്, ഇതിന്റെ ഡിനോമിനേറ്റർ 6 ആണ്. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് we cannot compare these fractions. ഈ ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യണമെങ്കിൽ they should be like fraction. But we have learned about equivalent fractions. അല്ലേ? When we multiply the numerator and the denominator by a same value, the value of the fraction does not change. അതാണ് equivalent fractionൽ നമ്മൾ കണ്ടത്. അല്ലേ? അപ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ഫ്രാക്ഷൻ ഇസ് സെയിം ആസ് ദ ഈ ഫ്രാക്ഷൻ തന്നെയാണ് നമ്മൾ 2/6 ആക്കിയിരിക്കുന്നത്. 1/3 ആണെങ്കിലും 2/6 ആണെങ്കിലും ദ വാല്യൂ ഡസ് നോട്ട് ചേഞ്ച്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയാണ് ഈക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൈക്ക് ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈക്വലന്റ് ഫ്രാക്ഷൻ ഫൈൻഡ് ചെയ്തു. 1/3 and 2/6 are equivalent fractions. Now 1/3 ക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും? 2/6 ഇടും. Now we are comparing
2 by 6 and 4 by 6. Now you can see they are like fractions. Like fractions side. Like fractions compare ചെയ്യുമ്പോൾ we know bigger the numerator, bigger the fraction. ഏത് ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ ആണോ വലുത് അത് വലിയ ഫ്രാക്ഷൻ ആണ്. So 2 by 6 is less than 4 by 6. I hope this is clear to you children. Now moving, let us look at few more examples so that this becomes clear. We are comparing 3 by 4, 3 by 4 1 by 8 compare ചെയ്യണം. They are not equal in fraction, but we know 8 is a multiple of 4. Like 4 into 2 ചെയ്താൽ 8 കിട്ടും. 4 into 2 is equal to 8. അപ്പോൾ 3 by 4ന്റെ equivalent fraction find ചെയ്താൽ മതി. 8 denominator ആയിട്ടുള്ള fraction find ചെയ്യാം. So 4 into 2 8 ആണ്. So 3 into 2 6. So now instead of 3 by 4 we'll write 6 by 8. 6 by 8 1 by 8 compare. Bigger the numerator, bigger the fraction. So 6 by 8 greater than 1 by 8. First നോക്കേണ്ടത് like fractions ആണോ എന്ന് നോക്കുക. Like fractions ആണെങ്കിൽ bigger the numerator, bigger the fraction. Now unlike fractions ആണെന്നുണ്ടെങ്കിൽ see whether the denominators are multiples. Denominators തമ്മിൽ എന്തെങ്കിലും relationship ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ find the equivalent fraction so that they become like fractions. Like fraction ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ bigger the numerator, bigger the fraction. Now moving forward, let us look few more examples. 2 by 5, 3 by 10. We know 5 into 2 is equal to 10. 5നെ 2 കൊണ്ട് multiply ചെയ്താൽ 10 കിട്ടും. അപ്പോൾ ഈ ഫ്രാക്ഷനെ നമുക്ക് by 10 ആക്കാം. 2 by 5 is equal to by 10. 5 into 2 10 ആണ്. So numerator also we multiply by the same number. 2 into 2 4. So we get the fraction 4 by 10. Now we compare 4 by 10 3 by 10 compare ചെയ്യാം. 2 by 5 ന് പകരം equivalent fraction 4 by 10 എഴുതി 4 by 10 3 by 10 compare ചെയ്യാം. We know 4 is greater than 3. So 4 by 10 greater than 3 by 10. So 4 by 10 is greater than 3 by 10. ആദ്യം like fractions ആണോ എന്ന് നോക്കി, അല്ലാന്നുണ്ടെങ്കിൽ equivalent fractions find ചെയ്തിട്ട് like fraction ആക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ like fractions ആക്കി കഴിഞ്ഞാൽ bigger the numerator, bigger the fraction. So I hope this is clear to you children. Now moving on to the next question. 7 by 16, 4 by 8. Same procedure. 8 into 2 is 16. So 4 by 8 we make it as numerator into 2, 4 into 2 8, 8 into 2 16. So 4 by 8 becomes 8 by 16. Now we compare 7 by 16 and 8 by 16. Bigger the numerator, bigger the fraction. So 7 by 16 less than 8 by 16. ഇത് ഇന്നലെ കണ്ടതാണ്, but I thought let me explain it little further. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത്? Because we can compare only when they are like fractions. ഇവിടെയൊക്കെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ the denominators are multiples. ഇപ്പോൾ 8ന്റെ മൾട്ടിപ്പിൾ ആണ് 16, 4ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നു 8, 2ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നു 4, 3യുടെ മൾട്ടിപ്പിൾ 6, അങ്ങനെയുള്ള നമ്പേഴ്സ്. Now we can have fractions wherein they are not multiples of each other. So 1 by 2 1 by 3 compare ചെയ്യണം. This is a little complicated process. നല്ല പ്രോപ്പർ ആയിട്ട് ലിസൺ ചെയ്താൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. So please listen
listen carefully, children. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ here the denominator is 2 and the denominator here is 3. 2 ഉം 3 ഉം multiples അല്ല അല്ലേ? 2 ന്റെ multiple അല്ല 3, 3 യുടെ multiple അല്ല 2. 2 into എന്തെങ്കിലും ചെയ്താൽ you will not get 3. Similarly, when you multiply or divide 3 by some number, you will not get 2. So now how do we make it like fraction? ഇതിനെ നമുക്ക് like fraction ആക്കണം എന്നാലേ compare ചെയ്യാൻ പറ്റുള്ളൂ. For that, we have to find least common multiple. I hope this term is clear to you. ഇതെങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ 2 ന്റെ മൾട്ടിപ്പിൾസ് എഴുതും. Here you can see the multiples of 2 are 2, 4, 6, 8, 10, 12, etc. Multiples of 3 എഴുതി. Multiples of 3 are 3, 6, 9, 12, etc. എന്നിട്ട് common multiples എഴുതി. 6, 12, 18 are common multiples of 2 and 3. ഇതിൽ നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നോക്കി. ദാറ്റ് ഇസ് 6. നൗ എന്താ ചെയ്യാന്ന് വെച്ചാൽ 1/2 നമ്മൾ ബൈ 6 ആയിട്ടുള്ള ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. ഇതിന്റെ ബൈ 6 ആയിട്ടുള്ള ഈക്വലന്റ് ഫ്രാക്ഷൻ എഴുതാം. We know 2 into 3 is equal to 6. അല്ലേ? അപ്പോൾ 1 into 3, 3. So 1/2 is equal to 3/6. അതേപോലെ 1/3 by 6 ആയിട്ടുള്ള ഫ്രാക്ഷൻ എഴുതാം. അപ്പോൾ 3 into 2 ആണ് 6. Multiply the numerator also by 2. Get 2/6. Now they become like fractions. അല്ലേ? അപ്പോൾ 3/6 ഉം 2/6 ഉം കമ്പയർ ചെയ്യാം. 3/6, 2/6. Bigger the numerator, bigger the fraction. So 3/6 greater than 2/6. That means 1/2 is greater than 1/2. So let me explain the procedure once again. നമുക്ക് least common multiple find ചെയ്യണം. Least common multiple നമ്മൾ ഇതിനു മുമ്പ് find ചെയ്തിട്ടുണ്ട്. For that, we have to find the multiples of 2. We have to find the multiples of 3. രണ്ടിന്റെയും കോമൺ മൾട്ടിപ്പിൾസ് ഫൈൻഡ് ചെയ്തു. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഫൈൻഡ് ചെയ്തു. ഇഫ് യു ക്യാൻ ഓൾറെഡി ഫൈൻഡ് ദ സ്മോളസ്റ്റ് വാല്യൂ, യു നീഡ് നോട്ട് റൈറ്റ് ഓൾ ദീസ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാ ഫ്രാക്ഷൻസ് ഈ എല്ലാ മൾട്ടിപ്പിൾസും എഴുതണം എന്നില്ല. ഐ റോട്ട് ഇറ്റ് ഫോർ യുവർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ജസ്റ്റ് ടു ഷോ യു ദാറ്റ് യു ക്യാൻ ഹാവ് മോർ ദാൻ വൺ കോമൺ മൾട്ടിപ്പിൾ. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് എടുക്കുക, അതിനെയാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളിന്റെ ഈക്വലന്റ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതും. ലെറ്റ് us look at more examples. Now compare 3/4 and 1/6. രണ്ടും different denominators ആണ്, and you cannot one is not the multiple of the other. അപ്പോൾ least common multiple find ചെയ്യണം. ആദ്യം multiples of 4 എഴുതി. Then I wrote the multiples of 6. Common multiples 12, 24 and 36. അതിൽ smallest multiple 12 ആണ്. അപ്പോൾ 3/4 by 12 എന്നുള്ള equivalent fraction ആയിട്ട് എഴുതണം. We know 4 into 3 is equal to 12. So 3 into 3, 9. Similarly, 1/6 by 12 ആക്കണം. We know 6 into 2 is 12. So multiply the numerator also by 2. 1 into 2, 2. So the two fractions now are 9/12 and 2/12. 9/12 and 2/12. Now the comparison becomes easier. Bigger the numerator, bigger the fraction. So 9/12 greater than 2/12 or 3/4 greater than 1/6. So let me explain the procedure once again. നമുക്ക് ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ they should be like fractions. അപ്പോൾ ഒരു ഡിനോമിനേറ്റർ മറ്റേതിന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഈക്വലന്റ് ഫ്രാക്ഷൻ ഡയറക്ട്ലി ഫൈൻഡ് ചെയ്യും. Now if one is not a multiple of the other, find the LCM. Equivalent fraction ആക്കുക, കമ്പയർ ചെയ്യും.